ചെങ്ങായിമാരെ ഇന്ന് നല്ല വെയിൽ കഴിഞ്ഞിട്ടാ ഒരു രക്ഷയില്ലാത്ത ചൂടും ഇത് കണ്ടില്ല നമ്മളെ മണ്ടന്റെ മേലെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കണേ. വൈകുന്നേരം ഇതേ റൂട്ടിൽ പോയപ്പോൾ അടിപൊളി മഴയും ഒരു രക്ഷയില്ലാത്ത മഴ. ഈ റൂട്ട് കൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലാട്ടാ. രണ്ട് സൈഡ് പച്ചപ്പൊക്കെ ആയിട്ടുള്ള ഒരു യാത്ര ചെയ്യാൻ നല്ലൊരു ഫീലിംഗ് ആയിട്ടുള്ള ഒരു റൂട്ട് തന്നെ. നമ്മളെ അമ്പലത്തിന്റെ ബാക്കിലൂടെ പുതിയ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മളെ JCB വെച്ച് തെങ്ങൊക്കെ അടിവേരോടെ വലിച്ചെറിയട്ടാ. ഇതിന്റെ അടിയിൽ നമ്മൾ 50 mm പൈപ്പും വലിച്ചെറിഞ്ഞിട്ട് നല്ല ലീക്കാണ് ട്ടാ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കാഴ്ച ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ അടുത്ത കോളറിന് നമ്മളെ മീറ്റർ കാണാനില്ല, മീറ്റർ ആരാ എടുത്തുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേരെ പോയപ്പോൾ വെള്ളം നല്ല ലീക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഇവരെ മീറ്ററും എയർവാളും വാളും ഒക്കെ ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഇതുപോലെ വേറെ 2-3 കേസുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ രീതിയിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലെ മീറ്ററും സാധനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. താമസക്കാരില്ലാത്ത വീടുകളിലായിട്ട് നമുക്ക് ഇങ്ങനത്തെ കേസുകൾ കൂടുതലായിട്ടുള്ളത്. ഈ വീടും അതുപോലെ തന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വാളും എയർവാളും മീറ്ററും ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഏകദേശം 1400 രൂപയോളം എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ നമ്മൾ ഈടാക്കിയിട്ടുള്ളത് ഈ വീട്ടുകാരിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ മീറ്ററും സാധനങ്ങളൊക്കെ നിങ്ങളെ സൂക്ഷിക്കുക. നമ്മളിവിടെ മീറ്ററും എയർവാളും വാളും ഒക്കെ സെറ്റാക്കി നിൽക്കുമ്പോഴാണ് അടുത്ത കോൾ വരുന്നത്. നമ്മളെ വീട്ടിൽ എയർവാൾ പൊട്ടിയിട്ടുണ്ട്, നല്ല ലീക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ മനസ്സിലായി എയർവാൾ സൈഡ് കീറിപ്പോയതാണ്. എയർവാളും ഒക്കെ ഇവിടെ പുതിയത് സെറ്റാക്കി വേറെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ബാർബർ ഷോപ്പ് കിട്ടും നമ്മളൊന്ന് മൊഞ്ചാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെയായിട്ട് നമ്മളെ പണി.